ദക്ഷിണ കർണാടകയായ തുളുനാട്ടിലെ സപ്തമാതാക്കളിൽ ഒരാൾ. കട്ടിയിൽ ശ്രീ ദുർഗാപരമേശ്വരി. നേത്രാവതിയുടെ കൈവഴിയായിട്ടുള്ള നന്ദിനി നദിയുടെ പുത്രീഭാവം. മംഗലാപുരത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരെയാണ് ഈ ക്ഷേത്രം. പണ്ട് കൊടും വരൾച്ചയിൽ ഇവിടം ബുദ്ധിമുട്ടിയപ്പോൾ ജാബാലി മഹർഷി സ്വർഗലോകത്തെ കാമധേനുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായി പോയത്രേ. എന്നാൽ കാമധേനു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. പകരം കാമധേനുവിൻ്റെ മകളായ നന്ദിനിയെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. ഭൂമിയിലേക്ക് വരാൻ തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ശഠിച്ച നന്ദിനിയെ മഹർഷി ഇനി നീ എൻ്റെ തുളുനാട്ടിൽ ഒരു നദിയായി ആജീവനാന്തം ഒഴുകട്ടെ എന്ന് ശപിച്ചു. ശാപമോക്ഷത്തിനായിട്ട് യാചിച്ച നന്ദിനിയോട് മനസ്സലിഞ്ഞ മഹർഷി സാക്ഷാൽ ജഗദംബയെ തപസ് ചെയ്യാൻ ഉപദേശിച്ചു. ദേവി നന്ദിനിയുടെ കൊടും തപസ്സിൽ സംപ്രീതയായി വന്നു പറഞ്ഞു, നന്ദിനി, ഞാൻ നിന്റെ മകളായി നിന്റെ മടിത്തട്ടിൽ വന്ന് ജനിക്കും. നീ എനിക്ക് അമ്മയാകും. വിഷമിക്കാതെ ജാബാലിയുടെ കൂടെ പൊയ്ക്കൊള്ളൂ എന്ന്. പിന്നീട് അരുണാസുരൻ എന്ന ഒരു അസുരൻ്റെ ശല്യം ആ നാട്ടിൽ വർദ്ധിച്ചു. അസുരനെ വധിക്കാനായി ഭഗവതിയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദേവി ഒരു ബാലികാ രൂപത്തിൽ നന്ദിനിയുടെ മടിത്തട്ടിൽ പ്രത്യക്ഷയായി. ആ മടിത്തട്ട് എന്നർത്ഥത്തിലാണ് കട്ടിയിൽ എന്ന നാമമുണ്ടായത്. അരുണാസുരനാകട്ടെ എന്നെ മനുഷ്യനോ മൃഗമോ പക്ഷിയോ ഇരുകാലികളോ നാൽക്കാലികളോ കൊല്ലരുത് എന്നൊരു വരം വാങ്ങിയ ആളായിരുന്നു. ബാലികാരൂപം പൂണ്ട ദേവിയെ കണ്ട് കൊല്ലാനായി അരുണാസുരൻ വന്നപ്പോൾ ദേവി ഒരു വലിയ ശിലയിൽ കയറി ഒളിച്ചുവെത്രേ. ആ ശില തൻ്റെ വാളുകൊണ്ട് അരുണാസുരൻ പിളർത്തപ്പോൾ ദേവി ഒരു വണ്ടായി വന്ന്, അതായത് ഭ്രാമരി രൂപത്തിൽ വന്ന് അസുരനെ കുത്തിക്കൊന്നുവത്രേ. അങ്ങനെ വിടവുള്ളൊരു വലിയ ശില ഇന്നും അമ്പലത്തിൻ്റെ മുന്നിലുണ്ട്. ഈ ഭ്രമരി സ്വഭാവമുള്ളതിനാൽ ദേവിക്ക് മംഗളൂരു മല്ലിക, മൈസൂർ മല്ലിക തുടങ്ങിയ സുഗന്ധപൂരിതമായിട്ടുള്ള പുഷ്പങ്ങൾ വളരെ പ്രിയപ്പെട്ടതാണ്. കോപം ശമിപ്പിക്കാനായി ദേവിക്ക് ഇളനീരിൻ്റെ അഭിഷേകം ചെയ്തതിനാൽ ഇന്നും അവിടെ ധാരാളം ഇളനീർ അഭിഷേകങ്ങൾ നടക്കുന്നുണ്ട്. വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ചുറ്റമ്പലത്തിലും ഒരു ഈർപ്പമുണ്ട്. അതിനാൽ അവിടെ നിന്നും കിട്ടുന്ന വിഭൂതിയും കുങ്കുമവും സ്വല്പം നനഞ്ഞിട്ടാണ്. യക്ഷഗാനപ്രിയയാണത്രേ ദേവി. അതിനാൽ തന്നെ ഈ അമ്പലത്തിൽ ഗുരുവായൂർ കൃഷ്ണനാട്ടം കഴിപ്പിക്കുന്നത് പോലെ യക്ഷഗാനം വഴിപാടായിട്ട് ഭക്തർക്ക് നടത്താം. അത് കാണാനായിട്ട് ദേവിയും കാണികൾക്കിടയിൽ വന്നിരിക്കുമെന്നാണ് വിശ്വാസം.